ഹായ്, അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി. നമ്മൾ നൈറ്റ് ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത്. ട്രാവലാണെങ്കിലും ഹൈ റേഞ്ചിലേക്കുള്ള റോഡെന്ന് പറയുന്നത് ഭയങ്കര ചെറിയ റോഡാണ്, വളവും പുളവൊക്കെ ആയിട്ട്. അതുപോലെ ഗൂഗിളാണെങ്കിലും ഞങ്ങളെ വഴി തെറ്റിച്ചൊക്കെ വിട്ടു. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും നൈറ്റ് ഒരു 8 മണിയൊക്കെ ആയി കേട്ടോ. ഇതാണ് നമ്മുടെ റിസോർട്ട് വരുന്നത്. ക്രൗൺ വാലി റിസോർട്ടാണ്. ഇതതിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. മെയിൻ റോഡ് സൈഡ് തന്നെയാണ്. ഇത് സെക്കൻഡ് മൈലിലാണ് വരുന്നത് കേട്ടോ. ഉള്ളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കുട്ടികൾക്ക്. അത്യാവശ്യം കളിക്കാനായിട്ട് ഇൻഡോർ പ്ലേയും ഇൻഡോർ പ്ലേ റൂമും പിന്നെ ഒരു ജിം റൂമും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല എന്താ പറയുക, ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം റൂമുകളും ഈ താഴെ മൊത്തം ആ സൈഡ് മൊത്തം റൂമാണ് കേട്ടോ. ഞങ്ങൾക്ക് വില്ലയായിരുന്നു. ഇത് താഴെയാണ്, നമ്മൾ എൻട്രൻസ് കണ്ടില്ലേ, അതിൻ്റെ ബേസ്മെൻറ്റാണ് ഇത് വരുന്നത്. ഈ ഏരിയ എല്ലാം അത് റോഡ് ലെവലിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻസൈഡിലാണെങ്കിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് ഒത്തിരി പ്ലേസസ് ഉണ്ട് കേട്ടോ. നല്ല 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 ഏരിയ ഉണ്ട്. ഞങ്ങൾ പക്ഷേ ഇങ്ങോട്ട് പോയില്ല, കാരണം ഞങ്ങൾ ഔട്ട് സൈഡ് പോയി കാരണം ഇവിടെ ഞങ്ങൾക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. കുട്ടികൾക്ക് ഓടി നടക്കാനും നമുക്കാണെങ്കിലും കളിക്കാനൊക്കെ ആയിട്ടും ഒക്കെ നല്ലൊരു ഊഞ്ഞാൽ അങ്ങനെ കുറച്ച് നേരം നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാം അവിടെ. പിന്നെ ഇതൊരു വില്ലയാണ്. പിന്നെ ഞങ്ങൾ പെപ്പർ വില്ല എന്ന് പറഞ്ഞിടത്തായിരുന്നു താമസിച്ചിരുന്നത്. ഞങ്ങളുടെ റൂമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ലതായിരുന്നു. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ നല്ല അറ്റ്മോസ്ഫിയറാണ്, നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. അപ്പോൾ ചാക്കോച്ചി ആണെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് നടന്നൊക്കെ പോവുക. പിന്നെ ഇവിടെയാണ് നമ്മുടെ പൂള് വരുന്നത്. ഇത് ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് പൂള് വരുന്നത്. ചാക്കോച്ചിനെ പൂള് കാണിച്ചില്ല, അവനെ അത് കാണിച്ചാൽ അവന് പിന്നെ അവിടെ നിന്ന് കയറില്ല. പിന്നെ അതുമല്ല നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം കാലാവസ്ഥ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ നമുക്ക് വെയിലുണ്ടെങ്കിലും അതൊരു നല്ല തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ചാക്കോച്ചിനെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ അവന് പെട്ടെന്ന് അസുഖം വരും. അപ്പോൾ അത് കാരണം പിന്നെ അവനെ ഞങ്ങൾ അങ്ങോട്ട് കാണിച്ചില്ല. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന പെപ്പർ വില്ല. അതിൻ്റെ താഴെയും മേളിലും റൂമുണ്ടായിരുന്നു. ഞങ്ങൾ താഴത്തെ നിലയിലായിരുന്നു താമസിച്ചത്. ഇത് ക്യാമ്പ് ഫയറിന് വേണ്ടിയുള്ളൊരു സ്പേസാണ്. നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന് കഴിഞ്ഞാൽ. ഇത് നമുക്ക് പിള്ളേർക്കൊക്കെ ഓടി നടക്കാനും കളിക്കാനൊക്കെ ആയിട്ട് നല്ലതായിരുന്നു, നല്ല ഏരിയ. പിന്നെ ഞങ്ങളുടെ റൂമെന്ന് പറയുന്നത് ശരിക്കും ഒരു വില്ല പോലെ തന്നെ. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. ചാക്കോച്ചി നിൽക്കുന്നു. ചാക്കോച്ചി ഡോറയിൽ ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ പപ്പയും മേലും ഫ്രണ്ടിൽ പോയായിരുന്നു. പെപ്പർ വില്ല എന്ന് പറഞ്ഞാണ് നമ്മുടെ റൂം. പിന്നെ നമ്മുടെ റൂമിൻ്റെ താഴ്ഭാഗം എന്ന് പറയുന്നത് ഹൈ റേഞ്ചിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ കുരുമുളക്, ഏലം, കാപ്പി, കൊക്കോ ഇതൊക്കെ ആയിരിക്കും അവിടെ കൃഷി അധികവും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ തൊട്ടടുത്തും ഇതുപോലെ കുറച്ച് കാണാൻ കേട്ടോ, ഏലത്തോട്ടവും നല്ല വ്യൂവാണ് നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ. പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലൊരു സ്പേസാണ് നമ്മുടെ ഈ ക്രൗൺ വാലി റിസോർട്ട് എന്ന് പറയുന്നത്. നല്ല കേട്ടോ, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് അധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാം റൂമാണ് കേട്ടോ. ഇത് 3 നിലയാണ് വരുന്നത്. ഇത്